ഇന്ത്യ പാക് വെടിനിർത്തലിനെ സ്വാഗതം ചെയ്ത് ലിയോ 14 മാർപ്പാപ്പ. സമാധാനത്തിൻ്റെ സന്ദേശം ലോകമെങ്ങും പടരട്ടെ എന്ന് മാർപ്പാപ്പ ആശംസിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ജിബിൻ ചേരുന്നു. ജിബിൻ, ഈ വിശ്വാസികളെ ആദ്യമായി അഭിസംബോധന ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണോ വത്തിക്കാനിൽ മാർപ്പാപ്പ സമാധാന സന്ദേശം ആവർത്തിച്ചത്? മാർപ്പാപ്പയുടെ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം. Nel Vangelo afferma di conoscere le sue pecore e che esse ascoltano la sua voce e lo seguono. In effetti, come insegna il Papa San Gregorio Magno, le persone corrispondono all'amore di chi le ama. Oggi, dunque, fratelli e sorelle, ho la gioia di pregare con voi e con tutto il popolo di Dio per le vocazioni, specialmente per quelli al sacerdozio e alla vita religiosa. La Chiesa ne ha tanto bisogno ed è importante che i giovani e le giovani trovino nelle nostre comunità accoglienza, ascolto, incoraggiamento nel loro cammino vocazionale e che possano contare su modelli credibili di dedizione generosa a Dio e ai fratelli. Facciamo nostro l'invito che Papa Francesco ci ha lasciato nel suo messaggio per la giornata odierna, ad accogliere e accompagnare i giovani. E chiediamo al Padre Celeste di essere gli uni per gli altri, ciascuno in base al proprio stato, pastori secondo il suo cuore, capaci di aiutarci a vicenda a camminare nell'amore e nella verità. E ai giovani dico: non abbiate paura, accettate l'invito della Chiesa e di Cristo Signore. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ജിബിൻ ചേരുകയാണ്. ജിബിൻ, ഇറ്റാലിയൻ ഭാഷയിലാണോ മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്തത്? മാത്രമല്ല, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? തീർച്ചയായും തന്നെ ജിംഷാദ്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹം ആദ്യമായാണ് ലോകത്തെ അഭിസംബോധന ചെയ്തത്. ഈ അഭിസംബോധനയിലാണ് ഇന്ത്യ പാക് സംഘർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ ലോകമെങ്ങും സമാധാനം പടരട്ടെ എന്ന് പറഞ്ഞ ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തൽ കരാർ ഉണ്ടായതിൽ താൻ സന്തോഷവാനാണ്. അതോടൊപ്പം തന്നെ ഉക്രൈനിലും വെടിനിർത്തൽ ഉണ്ടാകണം, ഗാസയിലടക്കം വെടിനിർത്തൽ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ബന്ദികളെ അടക്കം വെട്ടു നൽകണം എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും തന്നെ ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇന്ത്യ പാക് സംഘർഷം വലിയ ഒരു മാനത്തിലേക്ക് കടന്നു പോവുകയും അതോടൊപ്പം തന്നെ ലോകമെങ്ങും വലിയ ആശങ്കയിലേക്കൊക്കെ തന്നെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ലിയോ 14 മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നും അദ്ദേഹം ഇന്ത്യ പാക് വെടിനിർത്തൽ കരാറിൽ തനിക്ക് സന്തോഷമുണ്ടെന്നുള്ള ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ യുക്രൈൻ റഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉക്രൈനിലും സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ളൊരു കാര്യം, ഇത്തരത്തിൽ യുക്രൈൻ വെടിനിർത്തൽ ഉണ്ടാകണം, ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. അതോടൊപ്പം തന്നെ ഈ ഗാസയിലെ ബന്ദികളെ അടക്കം നൽകണം എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഗാസയിലും ഇതോടൊപ്പം തന്നെ സമാധാനം ഉണ്ടാകണം, അങ്ങനെ യുദ്ധഭീതി പരക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ സമാധാനം ഉണ്ടാകട്ടെ, ലോകമെങ്ങും സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അഭിസംബോധനയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്. വരുന്ന 18-നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം ഔദ്യോഗികമായി നടക്കുന്നത്. അതിനു മുമ്പായുള്ള ലോകത്തെ അഭിസംബോധന ചെയ്ത സംസാരിച്ച ഇടയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അജിംഷാദ്. ശരി ജിബിൻ. ജിബിനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ.